നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സൈക്കിൾ റിക്ഷ എടുത്ത് പോവാണ് കേട്ടോ. ഹുമയൂൺ ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, താജ്മഹലിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഇവരിവിടെ ഷെയറിംഗ് ആണെങ്കിൽ 30 രൂപ പറഞ്ഞു. പുള്ളി 50 രൂപ നമുക്ക് 50 രൂപയ്ക്ക് നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടി സൈക്കിൾ റിക്ഷയിലാട്ടോ പോകുന്നത്. കയറിയോ. അപ്പോൾ നമ്മൾ ഈ പുള്ളി തന്നെ എന്തായാലും വിളിക്കാമെന്ന് വെച്ച് ആൾ കഷ്ടപ്പെട്ട് ഈ ഒറ്റ സൈക്കിൾ റിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബാക്കിയെല്ലാം ഓട്ടോയൊക്കെ ഉണ്ട്, ഓട്ടോയ്ക്കൊക്കെ അത്യാവശ്യം ഓട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുള്ളി തന്നെ വിളിച്ച് പോകാമെന്ന്. പക്ഷേ നമ്മളൊരു ആവേശത്തിനെടുത്ത് ചാടിയെങ്കിലും മഴ പെയ്താൽ പണി വാളും കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയേണ്ടി വരും. ഇത് കേട്ടോ, ഇങ്ങോട്ട് ഇവിടെ ഇച്ചിരി ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, തലയൊന്നും നനയത്തില്ല. എന്നാലും നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. സൈക്കിൾ റിക്ഷയിൽ പോകട്ടോ, സൈക്കിൾ റിക്ഷയിൽ. നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കാണാം. പിന്നെ നമ്മുടെ ആ ഹുമയൂൺ ടോംബിൻ്റെ ഫോട്ടോയിൽ കണ്ട പോലത്തെ ഏകദേശം കളർ കോമ്പിനേഷൻ ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ അതേ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ ഇറങ്ങി നോക്കട്ടെ എങ്ങനെയാണ്. നമ്മളിത് ഏതാണ്ട് ഹുമയൂൺ ടംസിൻ്റെ അടുത്ത് എത്തി. ടംസ് അല്ല കേട്ടോ, ഹുമയൂൺസ് സ്റ്റം എന്നാണ്. ഹുമയൂൺസ് ടം TOMB. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോകണം. അതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നു തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാതെ ഇറങ്ങി, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു റോഡ് സൈഡിലുള്ള നമ്മുടെ അവിടെ തട്ടുകട പോലൊരു സ്ഥലത്ത് വന്നേ കേട്ടോ. ഇവിടെ ചോലെ കുൽച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പറയും. നമുക്ക് കറക്റ്റ് പിടിയിട്ടില്ല. പിന്നെ പൊറോട്ട ഉണ്ടെന്ന് പറയും. പൊറോട്ട നോക്കിയപ്പം ഇവരുടെ ഇവിടെ കണക്ക് ഒരു പൊറോട്ട, ആലു പൊറോട്ട പോലത്തെ എന്ത് സാധനമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ വേറെ കടകളോ വേറെ ഹോട്ടലോ ഒന്നും കാണുന്നില്ല. ചോലെ കുഞ്ചി എന്താണോ ഓ ചോലെ സബ്ജി ചോലെ. ഇത് കണ്ടോ, ഈ സാധനം കിട്ടിയേ. എന്തോ വന്നൊരു വലിയ പിടിയൊന്നുമില്ല. വന്ന പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. കഴിച്ചു നോക്കട്ടെ, റിസ്ക് എടുക്കട്ടെ. നല്ല ചൂടൊക്കെ ഉണ്ട്. ദൈവമേ പണി കിട്ടല്ലേ. ഇത് നമ്മുടെ കടലയാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത്ര സ്പൈസി ഒന്നുമില്ല. നമ്മുടെ കടലക്കറിയുടെ ഒക്കെ ഒരു സാധനം. നല്ല ചൂട്. ഇത് ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടി. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് ഈ സാധനം. പിന്നെ ഇത് കടലക്കറി പോലത്തെ ഒരു സാധനമാണ്, നല്ല വേവിച്ചിട്ടിരിക്കുന്ന കടലക്കറി പോലത്തെ ഒരു സാധനം. എങ്ങനെയുണ്ട് എനിക്ക്? ഇഷ്ടപ്പെട്ടോ? അതൊക്കെ കഷ്ടപ്പെട്ട് ഇന്നുവാ. ഉള്ള ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ റിസൾട്ട് ഇനി എങ്ങനെ ആവുന്നു. അതെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ മെയിൻ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് നേരത്തെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടതുപോലെ ആ സാധനത്തിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്കത് 40 രൂപയുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ 3 എന്താ പറയുന്നത് ദോശ ഒല്ലിക്കുന്ന സാധനം നമ്മൾ 3 എണ്ണം കഴിച്ചു. അതിന് 10 രൂപ വെച്ച് 30 രൂപ. പിന്നെ കറിക്കായിരിക്കും 10 രൂപ, അങ്ങനെ 40 രൂപ. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി വന്നു. ഉണ്ടോ, ഇവിടെ ഫോറിനേഴ്സിന് പെർ ഹെഡ് 600 രൂപയും ഇന്ത്യൻസിന് 40 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 600 രൂപ അവിടെ എഴുതി വെച്ചേക്കും. ഞാൻ 3 എണ്ണം പറഞ്ഞു കേട്ടോ. അല്ല 2 എണ്ണം പറഞ്ഞു, അയാൾ 3 എണ്ണം കേട്ടത്. നമ്മുടെ കുത്തബിനാർ കണ്ട പോലത്തെ ടോക്കൺ ആട്ടോ ഇവിടെ ഉള്ളത്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 40 രൂപ ടിക്കറ്റ് ഒരാൾക്ക്. ഫോറിനേഴ്സിന് 600 രൂപ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോംപ്ലിമെൻ്റ് ചെയ്യണേ. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ടോക്കൺ ഇവിടെ കൊടുക്കുമ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് തരും, അത് തിരിച്ചു കൊണ്ടുവരണം. പിന്നെ അത് ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഹുമയൂൺ സ്റ്റംബിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എൻട്രൻസ് ടംബെന്ന് അടിയുന്നുണ്ട്, ടംബ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് ചെക്ക് ചെയ്ത് അവിടെ നിന്ന് എൻട്രൻസ് ചെയ്ത് അകത്തോട്ട് ജസ്റ്റ് കയറി എതിരടിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി ഇത് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെയുള്ള പേര്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താ ഇതിൻ്റെ പേര് കേട്ട് ചിരി ഇതുവരെ മാറിയില്ല ഇതിൻ്റെ? നീ ഒന്ന് പറഞ്ഞു എന്തോ പേര്? ആ പറ പറ പറയങ്ങോട്ട് പേര് പറ. നമ്മുടെ ഈ ഹുമയൂൺ സ്റ്റോംബിലേക്ക് എൻട്രൻസ് രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങും. വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ഉള്ളത്. അവധി ദിവസങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാ ദിവസവും വന്ന് വിസിറ്റ് ചെയ്യാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് അകത്ത് വരെ കാണാൻ പറ്റും കയറിപ്പോകുന്ന വഴി.
കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ കൂടുതലും. അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ എത്ര ഏക്കർ വരുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്ന ടൈമിലുള്ളതും ഇവർ ഡിസൈൻ ചെയ്യുന്ന ടൈമിലുള്ളതും ഒക്കെ പിക്ചേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അടുത്തൊരു മൂന്നാമത്തെ സെക്ഷൻ പോലൊരു സ്ഥലത്ത് വരും, ഒരു കോട്ട പോലെ. നമ്മുടെ താജ്മഹലിൻ്റെ വീഡിയോസൊക്കെ കാണത്തില്ലേ, അതിനകത്ത് കാണുന്ന പോലൊരു സെറ്റപ്പാണ് ഇങ്ങനെ കയറി വരുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ഒരു ചെറിയൊരു എൻട്രൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോട്ട പോലെ കാണാം. പട്ടി കടിക്കൽ. അപ്പോൾ ഇതിനകത്തൂടെ കയറിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിത് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ഹുമയൂൺസ് ടോംബിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണാം ഒരു ഗംഭീര ഒരു സംഭവം, നമ്മുടെ താജ്മഹലിനോട് രൂപസാദൃശ്യമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചയാണ് നമ്മുടെ ഡൽഹിയിലെ ഹുമയൂൺസ് ടോംബ്. ഇതേ ഇവിടെ ഒരാൾ ഫുള്ള് ഫോട്ടോഗ്രാഫി കേട്ടോ. ഫോട്ടോഗ്രാഫി ആണോ വീഡിയോ ആണോ എന്താ സെറ്റപ്പ്? വ്ളോഗാണോ? എന്താ പറ്റി? നമ്മുടെ ഓവർടേക്ക് ചെയ്ത് വ്ളോഗ് ഇടുവാണോ? ഒന്നും മിണ്ടുന്നില്ല, സൗണ്ടൊന്നും ഇല്ലല്ലോ. നിന്റെ വീഡിയോ നീ എന്നെ തോൽപ്പിക്കൂ? അങ്ങനെയാണെങ്കിൽ ക്യാമറമാനുള്ള ഇത് നിനക്ക് തരാം ഫുൾ. നമ്മളിത് നമ്മുടെ ഹുമയൂൺസ് ടോംബിൻ്റെ അകത്തേക്ക് കയറാൻ പോകും കേട്ടോ. നമ്മൾ ഈ പുറത്ത് നിന്ന് ജസ്റ്റ് അടുത്തിങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മേളിലൊരു ബാൽക്കണി പോലൊരു സംഭവം കാണാം, ഒരു ഓപ്പൺ ഏരിയ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറി ഇതിനകത്തെ കാഴ്ചകൾ കാണാം. ഫുള്ള് പാറയാണ് കേട്ടോ, റെഡ് സ്റ്റോൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എല്ലാം ഇതുപോലുള്ള റെഡ് സ്റ്റോൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയി കണ്ടതല്ല. ഇതൊക്കെ ഉണ്ടോ, ഒരു വലിയ ഡോറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് വലിയ സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ നോർമൽ സ്റ്റെപ്പല്ല, ഇത് കണ്ടോ നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പാണ്. ഇതുപോലെ മേളിലേക്ക് കയറി പോവാം. അത് ഇവിടുന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടോപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതൊരു വെറൈറ്റി സംഭവം അതേണ്ടോ. പക്ഷേ ഇതിനൊരു പക്ഷേ നേരെയുള്ള സ്റ്റെപ്പ് വെക്കായിരുന്നു. പക്ഷേ ഇവർ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ വെച്ചതാണെന്ന് തോന്നുന്നു. ഇതുവഴി നമ്മൾ കയറി വന്നോ. ഈ സ്റ്റെപ്പ് കിടക്കുന്നുണ്ട്, കുത്തനെ താഴേക്ക് കിടക്കുക. ഇത് താഴെ കാണാം നമ്മൾ കയറി വന്നൊരു ഭാഗം. ഒരു വലിയ കവാടമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നില്ലേ. നമ്മളിതിൻ്റെ താഴെ നിന്ന് കേട്ടോ ഇൻട്രോ പറഞ്ഞത്. മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ ശവകുടീരമാണ് ഈ ഹുമയൂൺ ടോംബ്. ദില്ലിയിലെ ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങളിലൊന്നാണ് കേട്ടോ ഈ ഹുമയൂൺ ടോംബ്. ദില്ലിയിലെ നിസാമുദ്ദീനിലാണ് നമ്മുടെ ഈ ഹുമയൂൺ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ പ്രധാന ശവകുടീരം കൂടാതെ മറ്റു പലരുടെയും ശവകുടീരങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കേട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശവകുടീരത്തിൻ്റെ ഇത്തരത്തിലുള്ള വാസ്തുശില്പ രീതി ഇന്ത്യയിൽ ആദ്യത്തേതാണ്. 1565-70 കാലഘട്ടത്തിൽ പണിതീർത്ത ഈ സ്മാരകത്തിൽ ഇന്ത്യൻ വാസ്തുശില്പ രീതിയുടെയും പേർഷ്യൻ രീതിയുടെയും സങ്കലനമാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാൻ തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ കൂടെ വന്ന് ആ എൻട്രൻസ് വഴി കയറുന്നതൊന്നും കണ്ടില്ലാരും. പക്ഷെ ഇതുവഴി അകത്തേക്ക് കയറാം, നോക്കട്ടെ അവിടെ എന്താ ഉള്ളതെന്ന്. ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബീഗമാണ് ഇങ്ങനെ ഒരു ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. ഈ ഒരു സ്മാരകത്തിനുള്ളിലായിട്ട് നമുക്ക് ഹുമയൂണിൻ്റെ പ്രധാന കല്ലറ കൂടാതെ മറ്റു പലരുടെയും കല്ലറകൾ നമുക്ക് ഇതിനുള്ളിലായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കല്ലറ മുഗളരുടെ കിടപ്പിടം അല്ലെങ്കിൽ ഡോമിറ്ററി ഓഫ് മുഗൾസ് എന്നും പറയപ്പെടാറുണ്ട്.
ഈ ഒരു സ്മാരകത്തിൻ്റെ ഒത്ത മധ്യത്തായിട്ട് കയറി വരുമ്പോൾ നമുക്ക് പ്രധാന കല്ലറയായ ഹുമയൂണിൻ്റെ കല്ലറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹഷ്ട് ബിഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 8 പർദീസകൾ എന്നാണ് ഹഷ്ട് ബിഹിഷ്ട് എന്നതിൻ്റെ അർത്ഥം. മധ്യത്തിൽ വിശാലമായൊരു മുറിയും അതിനു ചുറ്റുമായി 8 മുറികളും അടങ്ങുന്നതാണ് ഈ ഹുമയൂൺ ടോംബിൻ്റെ ഒരു രൂപകൽപ്പന. കേട്ടോ നമ്മൾ കയറി കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരും. ഇത് തടിയാണോ? ഈ തടിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആണല്ലേ, ഓക്കെ. സത്യം കേട്ടോ, അതായത് ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഗംഭീര ആംബിയൻസാണ് നമുക്കിവിടെ. രണ്ട് തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഹുമയൂൺ ടോംബിൻ്റെ അടിയിലത്തെ തട്ടിൽ 160-ൽ പരം മുഗൾ കുടുംബാംഗങ്ങളുടെ കല്ലറകളാണുള്ളത്. 12,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ഒരു തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന് 47 മീറ്റർ ഉയരമാണുള്ളത്. വെണ്ണക്കല്ല് കൊണ്ടുള്ള വലിയ മകുടത്തിന് മുകളിലെ പിച്ചള കൊണ്ടുള്ള കൂർത്ത ഭാഗത്തിന് തന്നെ 6 മീറ്റർ ഉയരമുണ്ട്. കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മാണ രീതിയാണെങ്കിലും ഇതിൻ്റെ പുറംഭാഗമെല്ലാം ചുമന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് മനോഹരമാക്കിയിട്ടുള്ളത്. ഹുമയൂൺ ശവകുടീരത്തിലെ അനുബന്ധ സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈസാ ഖാന്റെ ശവകുടീരം. ശേഷാസൂരിയുടെ രാജ്യസഭയിലെ ഒരു പ്രധാന പ്രഭുവായിരുന്നു ഈസാ ഖാൻ നിയാസി. പൊളിഞ്ഞ കവാടവും ചുറ്റുമതിലോടുകൂടിയ ഒരു കെട്ടിടമാണ് ഈസാ ഖാന്റെ ശവകുടീരം. ഈ കുടീരം സ്ഥിതി ചെയ്യുന്ന വളപ്പിൽ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു നമസ്കാര പള്ളിയും ഉണ്ട്. ആയിരത്തി 1547 പണിതീർത്ത ഈ കുടീരം ഹുമയൂണിൻ്റെ ശവകുടീരത്തേക്കാൾ 20 വർഷം പഴക്കമേറിയതാണ്. ഈ ഒരു ശവകുടീരം സ്ഥിതി ചെയ്യുന്ന വളപ്പിൽ 20-ാം നൂറ്റാണ്ട് വരെ ജനവാസമുണ്ടായിരുന്നു. ഇത് ഫുള്ള് കണ്ടോ കല്ല് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ മതിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു കോമ്പൗണ്ടാണ് കേട്ടോ ആ കാണുന്നത്. അത് ഫുള്ളും അതും കരിങ്കല്ലല്ല കല്ല് വെച്ച് ഒരു റെഡ് സ്റ്റോൺ പോലത്തെ ഒരു സാധനം വെച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു അതായത് നമ്മൾ ഇതിനകത്ത് കയറിയില്ല, ഇതിൻ്റെ ഒരു ചുറ്റും കോമ്പൗണ്ടിലെല്ലാം എല്ലാ ബോർഡറിലും ഇതുപോലെ മതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കയറാനൊക്കെ പറ്റുമെന്ന് നോക്കണേ. ഇതിനകത്തും കുറേ കബറുകളാണ് വേണ്ട പേടിപ്പിക്കുന്നു. അതിനകത്തൊരു ശ്മശാന മൂകതയല്ലേ, അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? പേടിയുണ്ടോ? ഏയ് നിന്റെ അതിൽ നിന്ന് ഓടി എന്തിനാ? അവിടെ ഒരു സംഭവമുണ്ട്, കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. അല്ല അതുവഴി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല അത് അത്രേ ഉള്ളൂ തോന്നുന്നില്ല. അതെ അവിടം വരെ പോകും, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു നമസ്കാര പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ മലയാളികളുണ്ട്, അതെ, അത് നേരെ നമ്മളിവിടുന്ന് എന്താ പറയുന്നത് ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ 4 മണിയായി കറക്റ്റ്. അപ്പോൾ അടുത്ത മെട്രോ അടിച്ച് ലോട്ടസ് ടെമ്പിളിലോട്ട് പോകണം. പിന്നെ ഇവിടെ കുറേ മലയാളികളുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി?
പക്ഷേ എനിക്ക് തോന്നി ഇതിൻ്റെ മുമ്പ് ഇത് കുറേ ഉണ്ട്, 1 മണിക്കൂറായിട്ട് ഫോട്ടോഗ്രാഫി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും. അതേ നമ്മൾ ഹുമയൂണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പതുക്കെ ഇവിടെ ഇറങ്ങും കേട്ടോ. അടുത്ത് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടൈം പോലെ നമ്മൾ അടുത്ത മെട്രോ കയറി ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഡൽഹി കണിക്കൊന്ന് എന്തി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഡൽഹിയിലെ കാഴ്ചകൾ മുമ്പോട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡൽഹി വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വീഡിയോസ് ഷെയർ ചെയ്തെത്തിക്കുക. ഇത് കണ്ടോ, ഡൽഹി കണിക്കൊന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ബൈ.